മാട്രിമോണി എന്ന് വന്ന ഒരു ആലോചനയായിരുന്നു. ഞാൻ ലാസ്റ്റ് അമ്മയോട് പറഞ്ഞായിരുന്നു എനിക്ക് കല്യാണമേ വേണ്ട, 1 വർഷം കഴിഞ്ഞ് കല്യാണം മതി എന്ന് പറഞ്ഞ് മാട്രിമോണി ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അമ്മ എന്തായാലും ഡിലീറ്റ് ചെയ്യുക, അപ്പോൾ ഒരാൾക്കും കൂടെ റിക്വസ്റ്റ് അയച്ചേക്കാം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് അയച്ച ആളാണ് ഇപ്പം ഞാൻ കെട്ടാൻ പോകുന്ന ആള്. അപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ എപ്പോഴും റാൻഡമായിട്ട് ഇങ്ങനെ ഓരോ ആലോചന എനിക്കിങ്ങനെ വാട്സപ്പ് ഇട്ട് തരും. ഞാൻ നോക്കാതെ അങ്ങ് ഓക്കെയും പറഞ്ഞു. അപ്പം നമ്പർ വായിച്ചു തന്നു. അപ്പം ചെറുക്കന്മാരല്ലേ ഇങ്ങോട്ട് മിണ്ടുന്നേ. പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു 45 മിനിറ്റ്സ് സംസാരിച്ചു. എവിടെയോ ഒരു സ്പാർക്ക് അടിച്ചു. ഞങ്ങൾ ഫിക്സേഷൻ്റെ സമയത്താണ് ആദ്യമായിട്ട് ഒരു പുള്ളിക്കാരെ ഞാൻ കാണുന്നത്. കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പുള്ളിക്കാരെ കണ്ടപ്പോൾ. കാരണം പുള്ളിക്കാരി ഭയങ്കര ഓപ്പണാണ്. പുള്ളിക്കാരി നമ്മൾ ഒന്നും ജഡ്ജ്മെൻറ്റിലല്ല, നമ്മൾ ഒന്നും ഹൈഡ് ചെയ്യണ പോലെ തോന്നിയില്ല. അപ്പോൾ ഫോൺ വെക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ പറയണ്ടേ. അപ്പോൾ അവിടുന്ന് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ്. അപ്പോഴേ എൻ്റെ മനസ്സിൽ വീട്ടുകാർ മുന്നോട്ട് പോയാലല്ലേ നടക്കത്തുള്ളൂ, അറേഞ്ച് മാരേജ് അല്ലേ. പക്ഷെ ഞാൻ ഓക്കെ ആയിരുന്നു. ഭയങ്കര പോസിറ്റീവ് എനർജി പുള്ളിക്കാരിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തു. പുള്ളിക്കാരുടെ ഏറ്റവും കൂടുതൽ എനിക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആയത് പുള്ളിക്കാരുടെ ചിരിയാണ്. നല്ല സ്മൈലാണ് പുള്ളിക്കാരിയുടെ. അപ്പോൾ എനിക്ക് ഒരുപാട് എല്ലാവരോടും നല്ല സ്നേഹമാണ്. എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പുള്ളിക്കാരുടെ ബ്രദറിനെയും പാരൻസിനെയൊക്കെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളാണ്. As we witness this engagement today, we are reminded that marriage is not only a bond between two individuals, but also a celebration of the families and the values they bring. I kindly invite them to the stage. 2024 ഡിസംബർ മാസം 30-ാം തീയതി രാവിലെ 10:30 എറണാകുളം ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വെച്ച് ആശീർവദിക്കുന്നതിനെ തീരുമാനിക്കുന്നു. ശരിയല്ലേ? ഞങ്ങൾ ഒറ്റ ദിവസം സംസാരിച്ച ആ ഒരു ഇതിലാണ് ഇന്ന് ഈ 1 വർഷം വരെ ഞങ്ങൾ മുന്നോട്ട് പോയത്. ആ ഒരു ഡിസിഷൻ തെറ്റല്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. ആ ഒരു ആവേശത്തിന് ഞാൻ വീട്ടുകാരോട് പറഞ്ഞു എനിക്കിഷ്ടമായി എന്ന്. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്പാർക്ക് എവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. ഞാൻ ഒത്തിരി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു, പുള്ളിക്കാരനും അല്ല. പക്ഷെ ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ഫസ്റ്റ് ടോക്കിൽ തന്നെ. സെയിം വൈബെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് മ്യൂച്വലായിട്ട് റെസ്പെക്റ്റും ചെയ്തു. 2 പേഴ്സ്പെക്റ്റീവും ഞങ്ങൾ നോക്കി കണ്ടു ആ സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സംസാരിച്ചതിൻ്റെ അന്ന് തന്നെയാണ് ഞങ്ങൾ കെട്ടിയത്. Kiss you.